നമ്മുടെ ഊട്ടി ട്രിപ്പിന്റെ തേർഡ് പാർട്ടാണ്. ഊട്ടിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ തന്നെ വയനാട് ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൂഡല്ലൂർ വഴി പോകുന്നതുകൊണ്ട് ഗൂഡല്ലൂരിലാണ് രാവിലത്തെ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് കുറിപ്പുകളും കൂടെ രാവിലെ തൊട്ട് വൻ അലമ്പാണ്. കൂളറിലെ വെള്ളം പിടിച്ച് കളിക്കലാണ് രണ്ടിന്റെയും പരിപാടി. രണ്ട് കുറിപ്പുകളെയും കുസൃതികളും കണ്ടുകൊണ്ട് നമ്മളെ നേരെ ഗൂഡല്ലൂർ ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഫുൾ കോടമഞ്ഞും കൊണ്ട് റോഡ് മൊത്തം കിടിലും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രകൃതി രമണീയമായ ഒരു അണക്കെട്ട് കണ്ടത്. അണക്കെട്ടിലാണെങ്കിലും മുഴുവൻ ഷട്ടറും തുറന്നു വിട്ടേക്ക്. അത് കാണാൻ തന്നെ വലിയ ഭംഗിയായിരുന്നു. ആ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ചു ദൂരം പോയപ്പോൾ നല്ല കോടമഞ്ഞ് ഇറങ്ങി കിടക്കുന്നു. പിന്നെ വന്ന് നോക്കിയില്ല, വണ്ടി നിർത്തി വോക്കലങ്ങ് ഓണാക്കി കൊടുത്തു. ഭാഗത്ത് നിന്ന് വോക്കൽ ഓണാക്കി, നെയിം ബോർഡ് ഓണാക്കി, യു ഓണാക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു. ഇതിൽ കയറിയ സമയം മുതലുള്ള വൈബ് അത് ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവരും ഒരേ രീതിയിൽ ഒരേ വൈബിൽ ഇവരെല്ലാവരും സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചു. ഇവരുടെയൊക്കെ എനർജി കണ്ടപ്പോഴേ നമ്മൾ അമ്പരന്ന് പോയി. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുരിപ്പ് വരെ മഞ്ഞത്ത് കിടന്ന് വേറെ ലെവൽ ഡാൻസ് കളിക്കും. ഇവരുടെ ഡാൻസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ് മുതൽ ടഫ് സ്റ്റെപ്പ് വരെ, നോർമൽ സ്റ്റെപ്പ് മുതൽ വെറൈറ്റി സ്റ്റെപ്പ് വരെ, ഇതിന് ഫുൾ എനർജി വൈബായിരുന്നു നമ്മളെ ആൾക്കാർ. നമ്മളാണെങ്കിൽ ഇവരിൽ നിന്ന് ഇത്രയും വൈബ് പ്രതീക്ഷിച്ചതുമില്ല. പക്ഷെ ഇവര് നമുക്ക് കാണിച്ചു തന്ന വൈബ് ഉണ്ടല്ലോ, പൊന്നിടാവേ, അത് വേറെ ലെവൽ തന്നെയായിരുന്നു. നല്ല എനർജിയുള്ള കോളേജ് പിള്ളേരെയും കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈബ് പക്ഷെ അതിനേക്കാൾ മുകളിലായിരുന്നു ഇവരുടെയൊക്കെ വൈബ്. ഒന്നിലധികം കുടുംബങ്ങളിലെ ആൾക്കാരാണെങ്കിലും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റ മനസ്സോടെ നിന്നാണ് ഈ ട്രിപ്പിന് ഇത്രയും വൈബാക്കിയത്. അടുത്ത പാട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടണേ.